ഹലോ, രാവിലെ മുതൽ ഉച്ചവരെയുള്ള എൻ്റെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. രാവിലെ നല്ല വെയിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. 2 ദിവസമായിട്ട് ഇവിടെ നല്ല മഴക്കോളായിരുന്നു. അതൊക്കെ ഒന്ന് മാറി നല്ല വെയിലൊക്കെ വന്നിട്ടുണ്ട്. ഇന്ന് ആറ്റുകാൽ പൊങ്കാലയാണ്. ദേവൂട്ടനും ചേട്ടനും വീട്ടിൽ തന്നെയുണ്ട്. ചേട്ടൻ ജോലിക്ക് പോകേണ്ട, ചേട്ടന് ജോലിക്ക് പോകേണ്ട, ദേവൂട്ടിന് അങ്കൻവാടിയിലും പോകണ്ട. രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങൾ റെഡിയാക്കുവാണ്. ഗോതമ്പ് ദോശയും ചിക്കൻ കറിയുമാണ് ബ്രേക്ക്ഫാസ്റ്റിന്. ദോശയൊക്കെ ചുട്ടെടുത്തിട്ടുണ്ടായിരുന്നു. ദേവൂട്ടിനുള്ള പാലൊക്കെ തിളപ്പിച്ച് ചൂടാറാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇത് ചിക്കൻ കറി ഞാൻ ചൂടാക്കി എടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ രാവിലെ തന്നെ ഉച്ചക്കത്തെ കാര്യങ്ങൾ റെഡിയാക്കി എടുക്കുന്നുണ്ട്. ചോറിന് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. മറ്റേത് കുടിക്കാനുള്ള വെള്ളമാണ് വെച്ചിട്ടുള്ളത്. ഇതെല്ലാം തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വരാം. ഞാൻ ചായ റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ മാത്രമേ ഇവിടെ പാൽ ചായ കുടിക്കാറുള്ളൂ. ചേട്ടൻ കട്ടൻ ചായ, അത് വല്ലപ്പോഴും മാത്രം. ദേവൂട്ടനുള്ള ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്, അവന് കൊടുത്തിട്ടുണ്ട്, ഞങ്ങൾക്ക് കഴിക്കും. ചേട്ടനുള്ള ബുൾസയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ദേവൂട്ടിന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്ത് വന്നിട്ടുണ്ട്. ഞാനും കഴിക്കാൻ പോവുകയാണ്. ഞാനും ഒരു മുട്ടയൊക്കെ എടുത്തിട്ടുണ്ട്. ദേവൂട്ടന് ഇന്ന് മുട്ട വേണ്ടാന്ന് പറഞ്ഞത് കൊണ്ട് അവനിന്ന് കൊടുത്തിട്ടില്ലായിരുന്നു. ഞാൻ കഴിച്ചു വന്നപ്പോഴത്തേക്കും വെള്ളമൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ അരിയൊക്കെ കഴുകിയിട്ട് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. അതെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ച്, അല്ലെങ്കിൽ കുറേ കഴിയുമ്പോഴത്തേക്കും എനിക്ക് തന്നെ അത് പണിയാവും. ഇന്ന് ചിക്കൻ കറിയാണ്. ഫ്രിഡ്ജിൽ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു, അതെല്ലാം എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്, അതിൻ്റെ ഐസൊക്കെ ഒന്ന് മാറാൻ വേണ്ടി. ഇന്ന് ചീര കഴുകി ഞാൻ വെള്ളം തോരാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇന്ന് ചീരത്തോരനാണ് കേട്ടോ, ചിക്കൻ കറി. ഇന്ന് ചീരത്തോരനാണ് ഉച്ചയ്ക്ക്. ദേവൂട്ടനും ചേട്ടനും ഇവിടെ കളിക്കുവാണ്. ആ സമയത്ത് ഞാൻ ചിക്കൻ കറിക്കുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. സവാളയൊക്കെ അരിഞ്ഞ് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ദേവൂട്ടനും ചേട്ടനും ഏണിയും പാമ്പും കളിക്കുമായിരുന്നു. അവനെ കളിപ്പിക്കണില്ല എന്ന് പറഞ്ഞ് അവൻ ഭയങ്കര വാശിയും പരാതിയൊക്കെ ആയിരുന്നു കേട്ടോ. അവനെടുത്ത് കളിക്കാൻ വേണ്ടി കൊടുത്തപ്പോഴത്തേക്കും അവനാണെങ്കിൽ ചേട്ടനെ കളിപ്പിക്കുന്നില്ല കേട്ടോ. ചേട്ടൻ പിന്നെ എണീറ്റ് പോയി. പിന്നെ നൊസ്റ്റു അടിച്ച് ഒരു പച്ചമാങ്ങ ഫ്രിഡ്ജിലുണ്ടായിരുന്നു കേട്ടോ. അത് കണ്ടപ്പോഴത്തേക്കും നൊസ്റ്റു അടിച്ചു. അപ്പോഴത്തേക്കൊന്ന് ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ച് പച്ചമാങ്ങയുടെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി, ഇഞ്ചിയും അതുപോലെ തൊലി കളഞ്ഞ് വൃത്തിയാക്കി മിക്സിയുടെ ജാറിലോട്ടിട്ട് പഞ്ചസാര ഒരു നുള്ളു ഉപ്പൊക്കെ ചേർത്ത് വെള്ളവും ചേർത്ത് ജ്യൂസാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ കുടിച്ച് നോക്കട്ടെ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ പുളി ഉണ്ടായിരുന്നു, ചെറിയൊരു പുളിയൊക്കെ ഉണ്ടായിരുന്നു. ദേവൂട്ടിന് ഇഷ്ടപ്പെട്ടു. ആ പുളി ആയതുകൊണ്ട് ദേവൂട്ടിന് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട്. പിന്നെ ചോറൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കും ചോറൊക്കെ വടിച്ചിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ചിക്കൻ കറിക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. മീൻ ചട്ടിയിലാണ് കേട്ടോ ഞാൻ ചിക്കൻ കറി വെക്കുന്നത്. സവാളയൊക്കെ വഴറ്റി ഞാൻ ഒന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഗ്യാസിൽ ഞാൻ മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ വറുത്തെടുത്തതിന് ശേഷമാണ് ചിക്കൻ കറി വെക്കുന്നത്. ചിക്കനെല്ലാം മസാലകളും പൊടികളെല്ലാം ചേർത്ത് ചിക്കനൊക്കെ ഇട്ട് നല്ല രീതിയിൽ ഇളക്കിയെടുത്ത് ഞാൻ അത് അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ, വേവാൻ വേണ്ടിയിട്ട്. പിന്നെ തോരത്തിന് വേണ്ടി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അരിഞ്ഞൊക്കെ എടുത്ത് ഞാൻ തോരൻ വേവാൻ വേണ്ടി ഉപ്പൊക്കെ ഇട്ട് ഞാൻ ഒന്ന് അടച്ച് വെച്ച് ചെറുതായിട്ടൊന്ന് ആവിയിലൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് തോരത്തിനുള്ള അരപ്പൊക്കെ ഇട്ട് ഞാൻ തുറന്ന് വെച്ച് വേവിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഉച്ചയ്ക്കുള്ള കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല ചിക്കൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല കുറുകിയ നെയ്യൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ചിക്കൻ കറിയിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. ചേട്ടന് ദേവൂട്ടന് നേരത്തെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ചമ്മന്തിയും ചിക്കൻ കറിയും തോരനൊക്കെ വെച്ച്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.